ദിവസം ശരാശരി 1 ലക്ഷം രൂപയുടെ പുസ്തക വിൽപ്പന. ഒരു വർഷം കൊണ്ട് 3.25 കോടി. പുസ്തക വിലയിൽ സർവകാല റെക്കോർഡിട്ട് കുതിക്കുകയാണ് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്. 2000 കോപ്പിയിൽ കുറഞ്ഞ് ഒരു പുസ്തകവും ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കാറില്ല. കഴിഞ്ഞ 9 വർഷം കൊണ്ട് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് 3000-ഓളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പള്ളിയറ ശ്രീധരൻ പറയുന്നു. 1981 ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത്. ഇതുവരെയുള്ള പുസ്തകത്തിൻ്റെ വിൽപ്പന ഒരു റെക്കോർഡാണെന്ന് പറയാം. ഒരു വർഷം കണക്ക് പറഞ്ഞാൽ 365 ദിവസമാണ്. 305 ദിവസത്തിൻ്റെ 50 ഞായറാഴ്ച പോവും. വിഷു ഓണമൊക്കെ കഴിഞ്ഞാൽ 320 ദിവസം മാത്രമേ വർക്കിംഗ് ഡേ ആയിട്ട് കിട്ടൂ. ഈ വർക്കിംഗ് ഡേ 320 ദിവസം കൊണ്ട് 3.25 കോടി രൂപയുടെ പുസ്തകങ്ങൾ വിറ്റു. അതായത് 320 ലക്ഷം രൂപയുടെ പുസ്തകങ്ങൾ. അപ്പോൾ ഒരു ദിവസം ശരാശരി 1 ലക്ഷം രൂപയുടെ പുസ്തകങ്ങൾ വിറ്റു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബ്രാഞ്ചുകളൊന്നുമില്ല, ഒരു ഔട്ട്ലെറ്റ് മാത്രമേ ഉള്ളൂ. പുസ്തകത്തിൻ്റെ വിലയാണെങ്കിൽ 60, 70, 100 കുറവാണ്. എന്നിട്ടും ഈ നേട്ടം കൈവരിച്ചത് വലിയൊരു നേട്ടമായിട്ട് തന്നെ കണക്കാക്കുന്നു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ഇദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായി ചുമതലയേൽക്കുന്നത്. മലയാളത്തിൽ ഗണിതശാസ്ത്ര സാഹിത്യശാഖ രൂപപ്പെടുത്തിയത് ഇദ്ദേഹമാണ്. ഇന്ത്യൻ ഭാഷകളിൽ ഏറ്റവും കൂടുതൽ ഗണിതശാസ്ത്ര കൃതികൾ രചിച്ച ഖ്യാതിയും ശ്രീധരന് സ്വന്തം. ഇതുവരെ 125 ഗണിതശാസ്ത്ര കൃതികൾ ഉൾപ്പെടെ 155 ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ചു. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനം എല്ലാ ജില്ലകളിലും വ്യാപിപ്പിക്കാനും അദ്ദേഹം ശ്രമം നടത്തി. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞ 9 വർഷം വളരെ നല്ല പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഏറ്റവും കുറഞ്ഞത് 3 ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്. മുമ്പ് കാലത്ത് വയനാട്, കണ്ണൂർ, കാസർഗോഡ്, ഇടുക്കി തുടങ്ങിയ ജില്ലകളിലും തന്നെ ഒരു പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഇപ്രാവശ്യം എല്ലാ ജില്ലകളിലും കുറഞ്ഞത് 4 ക്യാമ്പുകൾ നടത്തി. കണ്ണൂർ ജില്ലയിലെ കൂടാളി ഹൈസ്കൂളിൽ അധ്യാപകനായിരിക്കെ ജോലിയിൽ നിന്നും വളണ്ടറി റിട്ടയർമെന്റിനായി ഗ്രന്ഥരചനയിൽ മുഴുകുകയായിരുന്നു. ശാസ്ത്രവിജ്ഞാനകോശം, ഗണിതശാസ്ത്ര പ്രതിഭകൾ, വേദഗണിതം, പൂജ്യത്തിന്റെ കഥ, ഗണിതം മധുരം, കണക്കുകൊണ്ട് കളിക്കാം തുടങ്ങിയവയാണ് പള്ളിയറയുടെ പ്രധാന കൃതികൾ. ETV ഭാരത്, കണ്ണൂർ.